ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ലൈംഗിക ബന്ധവും രതിമൂർച്ചയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്. സെക്സിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് രതിമൂർച്ചയാണ്. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അവകാശമാണ്. ഇരുവർക്കും രതിമൂർച്ച ലഭിക്കുന്നതും അതിൻ്റെ നിർവൃതിയിൽ പരസ്പരമുള്ള ലാളനകളുമാണ് ദാമ്പത്യ ബന്ധത്തെ ദൃഢമാക്കുന്നത്. എന്നാൽ എല്ലാ ബന്ധപ്പെടലുകളിലും രതിമൂർച്ച ഉറപ്പാക്കാൻ ദാമ്പതികൾക്ക് കഴിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു ജോലിയായി പലർക്കും ലൈംഗിക ബന്ധം മാറിയതാണ് വിവാഹമോചനങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. സെക്സ് എത്ര സമയം നീണ്ടു നിൽക്കണം, എത്ര സമയമെടുത്താൽ രതിമൂർച്ചയിലെത്താം എന്നതിലൊന്നും കൃത്യമായ ഉത്തരം കണ്ടെത്താനാവില്ല. എത്ര കൂടുതൽ സമയമെടുത്തു എന്നതിലല്ല, എത്രമാത്രം ആഹ്ലാദം ലഭിച്ചു എന്നതിലാണ് കാര്യം. ചിലർ വളരെ കുറച്ച് സമയം കൊണ്ട് ആനന്ദത്തിൻ്റെ സ്വർഗാനുഭൂതിയിലെത്തും. മറ്റു ചിലരാകട്ടെ ഏറെ നേരത്തെ ആസ്വാദനത്തിന് ശേഷമാണ് മലമുകളിൽ എത്തുന്നത്. ലൈംഗികതയിൽ പുരുഷനാണ് ആധിപത്യം എന്ന വിശ്വാസം ചിലർക്കുണ്ട്. എന്നാൽ അത് തെറ്റാണ്. യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പൂർണ്ണ അധികാരം ഇന്ന് സ്ത്രീകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. പരസ്പര ബഹുമാനത്തിലൂടെയുള്ള സ്നേഹബന്ധത്തിലൂടെയുള്ള ആ നല്ല ലൈംഗിക ബന്ധത്തിന് ലിംഗം യോനി സംഭോഗത്തിലൂടെയാണ് എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകുന്നത് എന്നതും മിഥ്യാധാരണയാണ്. അത് 50% സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള രതിമൂർച്ച അനുഭവപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് മറ്റ് പല മാർഗങ്ങളിലൂടെയാണ് സുഖത്തിൻ്റെ പരകോടിയിലെത്തുന്നത്. പൂർവ്വകേളിയുടെ കൃത്യമായ പ്രയോഗമാണ് സ്ത്രീകളെ ഇതിന് സഹായിക്കുന്നത്. ലിംഗപ്രവേശനത്തിന് മുൻപ് പൂർവ്വകേളികൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് വിജയകരമായ സെക്സിന് ഏറ്റവും ആവശ്യമായുള്ളത്. ഓരോ ബന്ധപ്പെടലിനും മുൻപും ഏകദേശം 25 മിനിറ്റ് വരെ പൂർവ്വകേളി നടത്തുന്നതിലൂടെ സുഖം ഇരട്ടിയാക്കാൻ സാധിക്കുന്നു. ലിംഗപ്രവേശനം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സ്ഥാനഞ്ഞെട്ടുകൾ വലുതാകുന്നതും യോനിയിലെ നനവും അവൾ ശാരീരികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. എങ്കിലും ലിംഗപ്രവേശനത്തിന് മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സിഗ്നൽ നൽകിയ ശേഷം ലിംഗം പ്രവേശിപ്പിക്കുന്നതിന് സുഖകരമായ കേളി സാധ്യമാകുന്നു. ലിംഗപ്രവേശനത്തിനു ശേഷം പുരുഷൻ ആവശ്യത്തിന് അടിപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം സെക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നതിന് മുൻപേ തനിക്ക് സ്നാനലംഘനം സംഭവിച്ചാൽ എന്ന് തോന്നുകയാണെങ്കിൽ അതിനിട നൽകാതെ ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുക്കണം. അപ്പോഴത്തെ ആവേശം ഒന്നടങ്ങിയതിന് ശേഷം വീണ്ടും പ്രവേശിപ്പിച്ചാൽ മതി. രണ്ടുപേർക്കും ഒരേ സമയം രതിമൂർച്ച വരണമെന്നില്ല, എങ്കിലും അതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ തീരുമാനിച്ചുറപ്പിച്ചാൽ നടക്കാത്ത സംഗതികളുണ്ടോ? രതിമൂർച്ചയ്ക്ക് ശേഷവും സ്നേഹത്തോടെയുള്ള പരിലാളനകൾ തുടരുക. ഏറെ വൈകാതെ അതൊരു ലൈംഗിക ബന്ധത്തിന് സാധ്യത നിലനിർത്തി തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുക. ഞങ്ങളുടെ മറ്റ് പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.